38 വർഷങ്ങൾക്ക് ശേഷം മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്ന ചിത്രം എന്നുള്ളതുകൊണ്ട് തന്നെ തഗ് ലൈഫ് വളരെയധികം ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന ചിത്രം തന്നെയാണ്. കാരണം നമുക്കറിയാം, നായകൻ എന്ന സിനിമയാണ് അവർ അവസാനം ഒരുമിച്ച് അഭിനയിച്ചത്. അതൊരു ഓൾ ടൈം ഹിറ്റാണ്. ചിലപ്പോൾ അങ്ങനത്തെ ഒരു മൂവി അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാളും വലിയൊരു മാസ്റ്റർ പീസ് മൂവി അല്ലെങ്കിൽ പോലും നമുക്കൊരു നല്ലൊരു സിനിമ ആരും എക്സ്പെക്റ്റ് ചെയ്തു പോകും. പക്ഷേ ഈ 2025 ഈ തഗ് ലൈഫ് പോലൊരു സിനിമ എടുക്കുക എന്താണ് കമൽഹാസനും മണിരത്നത്തിനും എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഘടകം നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതിൻ്റെ കഥയാണോ, അതിൻ്റെ എന്താണ് അവരെ ഇത്ര എക്സൈറ്റ് ചെയ്യിച്ചത്? അത് 38 വർഷത്തിന് ശേഷം ഒരുമിക്കുകയല്ലേ. അതിനകത്ത് എന്താണ് അതിനകത്തുള്ള ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്നിട്ട് ആ സിനിമ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. സിനിമയുടെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് തന്നെയാണ്. കാരണം കമൽഹാസൻ, സിംബു, നാസർ, നമ്മുടെ ജോജു, അങ്ങനെ മിക്കവരും സിനിമയിൽ കഥാപാത്രത്തിന് പറ്റിയ എല്ലാവരും തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ കമൽഹാസൻ എടുത്ത് വളർത്തുന്ന ഒരു കുട്ടിയായിട്ടാണ് നമ്മുടെ സിംബുവിൻ്റെ കഥാപാത്രം കാണിക്കുന്നത്. ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളും അതിനെ ഭാവിയിൽ ഇവരുടെ രണ്ടുപേരുടെ ബന്ധത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ ഒരു ഒരുക്കി പോകുന്നത്. ടെക്നിക്കലി നല്ലൊരു സിനിമാറ്റിക് വർക്കാണ് തഗ് ലൈഫ്. വളരെ കുറച്ച് ഗ്രാഫിക്കുകളൊക്കെ മുഴച്ച് നിൽക്കുന്നതായിട്ട് തോന്നി. എങ്കിലും എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം ക്യാമറ DOP തന്നെയാണ്. കുറേ നല്ല വിഷ്വലി ലൈറ്റിങ്ങും അതിൻ്റെ ക്വാളിറ്റി ഓഫ് സീൻസ് ഒക്കെ ക്യാമറ വർക്ക് വളരെ മികച്ചു നിന്നു. അത്യാവശ്യം നല്ല സ്റ്റണ്ടും കാർ ചേസിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. മ്യൂസിക്കിൻ്റെ കാര്യം ഏറെ ചിലയിടങ്ങളിലൊക്കെ നല്ല ഹൈ തന്നെങ്കിലും പക്ഷേ പലയിടങ്ങളിൽ അതൊരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിട്ട് ചിലയിടത്ത് ഫീൽ ചെയ്തില്ല. കാരണം പലപ്പോഴും ഒരു ചിലരുടെ മ്യൂസിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നതായിട്ട് പലക്കെ ഫീൽ ചെയ്തു. സിനിമയുടെ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് ഒരു വിൻറ്റേജ് കമൽഹാസൻ്റെ ഒക്കെ കുറേ നല്ല പെർഫോമൻസ് ഉണ്ട്. നമ്മൾ പണ്ട് കണ്ട മണിരത്നം സിനിമകളുടെ ക്ലാസിക് സിനിമകളുടെ ദളപതി അല്ലെങ്കിൽ നമ്മുടെ നായകൻ പോലെ സിനിമകളിൽ ഒരു ഓർപ്പിക്കുന്ന പോലെ രീതിയിലുള്ള നല്ലൊരു മേക്കിങ്ങും ഡയറക്ഷനും ഒക്കെ ആയിരുന്നു ആദ്യത്തെ ഒരു 10-20 മിനിറ്റ്. അത് വളരെ നല്ലൊരു പ്രതീക്ഷ നൽകിയാണ് സിനിമ കാണുന്നത്. ഈ മൂവിയുടെ ഒരു കുഴപ്പമായി തോന്നിയത് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഈ ഗാങ്സ്റ്റർ സിനിമകളുടെ ഒരു ആവർത്തനം വന്ന പോലെ തോന്നിയപ്പോഴാണ്. കാരണം വെച്ചാൽ ഇത് നമ്മൾ കാണുന്ന എന്ന് മുതൽ നമ്മൾ ഗാങ്സ്റ്റർ സിനിമ കാണാറുണ്ട്. അതിലെല്ലാം മിക്കതിനും ഒരേ പ്ലോട്ടാണ്. ഒരു വലിയ ഗാങ്സ്റ്റർ, പുള്ളിയുടെ കൂടെ പുള്ളിയെ വെട്ടിയിട്ട് മുകളിൽ കയറാൻ നിൽക്കുന്ന കുറേ വളരെ വേണ്ടപ്പെട്ടവർ, അതെല്ലാം കൂടെ വേറൊരുത്തിനെ പറഞ്ഞ് തിരിക്കുന്നു. അങ്ങനെ അവരെ ചതി, വഞ്ചന, കുതുകാൽവെട്ട്, പ്രതികാരം, കൊല, അവസാനം അവൻ കയറുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മരിച്ചെന്ന് കരുതിയ ഗാങ്സ്റ്റർ വീണ്ടും തിരിച്ചു വരുന്നു. പിന്നെ സീസൺ 2 ഇതൊക്കെയാണല്ലോ സ്ഥിരം പ്ലോട്ട്. അങ്ങനെ ഒരു ഗാങ്സ്റ്റർ ലോകത്ത്, കാരണം ഒരുപക്ഷെ ഗാങ്സ്റ്റർ ലോകത്ത് എപ്പോഴും നടക്കുന്നതുകൊണ്ടാവുക ഇങ്ങനത്തെ കഥകൾ വരുന്നത്. പക്ഷേ ഈ സിനിമയിൽ എത്ര കാലം സിനിമയെ വീണ്ടും ഇതേ കാര്യം വീണ്ടും കാണിക്കും. കഥാപാത്രങ്ങളും അവരുടെ രീതിയും അവരുടെ മാനറിസവും ഒക്കെ ഇതേ കാര്യം തന്നെ കാണിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് ഒരു ഗാങ്സ്റ്റർ ഇതിൻ്റെ ഒരു ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പല കാര്യങ്ങളും പ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷേ ആദ്യ പകുതി നമ്മൾ പല സിനിമയിലും കണ്ട രംഗങ്ങൾ പോലെ തോന്നിയ സീനുകൾ ഉണ്ടായിരുന്നെങ്കിൽ പെർഫോമൻസ് കൊണ്ടും ക്യാമറ ഡയറക്ഷനൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല എക്സ്പ്രഷൻ വന്നില്ല. കാരണം ചിലപ്പോൾ ഒരു ക്ലാസിക് മൂവി ടൈപ്പിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇൻ്റർവൽ ആയപ്പോഴേക്കും അത് കുറഞ്ഞു തുടങ്ങി. സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്കും സ്റ്റോറി ഫ്ലോ മാറിപ്പോയി, ആകെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയപോലെ തോന്നി. കുറേ സമയത്തേക്കാണെങ്കിൽ സിംബുവിനെ ഒന്നും കാണാനില്ല. അതുപോലെ ഇൻ്റർവൽ ബ്ലോക്ക് കഴിഞ്ഞൊരു സീൻ കുറേ നാളുകൾ കഴിഞ്ഞ് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു 1-2 ഡയലോഗ് പറഞ്ഞ് തീർത്ത് കളഞ്ഞു. നമുക്കറിയാം, യോദ്ധ എന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ ഒരു അരസമൂട്ടിൽ അപ്പുകൂട്ടൻ എന്ന കഥാപാത്രത്തിന് ഒരു കാട്ടുവാസിക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞ് അദ്ദേഹം സിനിമയുടെ അവസാനം വരുന്നത് അദ്ദേഹം കുങ്ഫോ പഠിച്ച് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു പ്രത്യേക ക്യാരക്ടറായിട്ട് വരുന്ന സീനുണ്ട്. ഇതിനകത്ത് ഒരാൾ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ എന്തോ ക്രാഷ് കോഴ്സ് പഠിച്ച് കുങ്ഫു പഠിച്ച് വരുന്നൊരു ഫീലാണ് പലപ്പോഴും കിട്ടിയത്. അതിനുശേഷം സിനിമ വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു, ഒരു ക്ലീഷേ മോഡലായിരുന്നു പോയിരുന്നത്. അന്യൻ സിനിമയിലെ പോലെ കുറേ ഒരു ഫൈറ്റുകളും മനസ്സിലായി നോർമലി പോയിക്കൊണ്ടിരുന്ന സിനിമയുടെ മൊത്തം രീതി മാറ്റുന്ന രീതിയിലുള്ളവരും ലോജിക്കില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കയറി വരികയും അതൊക്കെ പിന്നെ ഇതിനകത്തൊരു മുന്നോട്ട് പോകുന്ന ഇതിനകത്ത് അവസാനത്തെ ട്വിസ്റ്റ് ഉണ്ട് സിനിമയുടെ. അവരൊക്കെ അഭിനയിച്ചതൊക്കെ നന്നായിട്ടുണ്ടെങ്കിലും അതൊരു നമ്മുടെ പ്രഡിക്റ്റബിളായിട്ട് പല സിനിമകളും കുറേ കാലങ്ങളായിട്ട് വന്ന ഒരു സംഭവമായതുകൊണ്ടൊരു എക്സൈറ്റിംഗ് ഫാക്ടർ തോന്നിയില്ല. കമൽഹാസൻ്റെ അഭിനയമാണെങ്കിൽ വളരെ നന്നായിരുന്നു. പക്ഷേ ചില സീനുകൾ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നു. കാരണം ചില ഒരു സീനുകളൊക്കെ ഉണ്ട് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അഭിനയം കൊള്ളാം, പക്ഷേ ഈ സിനിമയ്ക്ക് അത് ആവശ്യമുണ്ടോയെന്നൊക്കെ തോന്നിയൊരു സീനായി. തഗ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നിക്കലി കൊള്ളാവുന്ന, വിഷ്വലി നന്നായി ഷൂട്ട് ചെയ്തിരിക്കുന്ന, അത്യാവശ്യം എല്ലാവരും നന്നായി പെർഫോം ചെയ്ത, ഏറെമാൻ്റെ മ്യൂസിക് ഇടയ്ക്കൊക്കെ ഹൈ ആയതും എന്നാൽ ഇടയ്ക്ക് വീക്ക് ആയതും ഒക്കെ ആയി പോയത്. ടോട്ടലി ഇതിനകത്ത് ഏറ്റവും കുഴപ്പമായി തോന്നുന്നു വീക്കായ ഒരു ക്ലീഷേ സ്റ്റോറിയിൽ ഫുള്ളി എൻഗേജ്ഡ് ആകാതെ പോകുന്ന ഒരു സിനിമയായിട്ടാണ് തഗ് ലൈഫിനെ കുറിച്ച് തോന്നിയത്.